ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കായംകുളം ദേവികുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കെട്ടുകാഴ്ചക്കിടയിലാണ് സംഘർഷമുണ്ടായത്. മീനമാസത്തിലെ അശ്വതി നാളിൽ കെട്ടുകാഴ്ച എഴുന്നള്ളിക്കുന്നത് ദേവികുളങ്ങര ക്ഷേത്രത്തിൽ പതിവാണ്. ചൊവ്വാഴ്ച രാത്രി 8:30 കെട്ടുകാഴ്ചയുമായി വരുമ്പോൾ വൈദ്യുതി കമ്പിയിൽ തട്ടി അപകടമുണ്ടാകാതിരിക്കാൻ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു. സമയമേറെ കഴിഞ്ഞിട്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായില്ല. ഇതേ തുടർന്ന് കെട്ടുകാഴ്ചയുമായി വന്ന ആളുകളും പോലീസും തമ്മിൽ തർക്കം കയ്യാങ്കളിയിലേക്കെത്തി. കുരുമുളക് സ്പ്രേ പ്രയോഗിച്ച ശേഷമാണ് പോലീസുകാരെ അക്രമി സംഘം മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റു. അക്രമത്തിന് നേതൃത്വം നൽകിയ 3 പേരെ ബുധനാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. കായംകുളം കൃഷ്ണപുരം സ്വദേശികളായ സുമേഷ്, രൂപേഷ് കൃഷ്ണൻ, അഖിൽ എന്നിവരെയാണ് അന്ന് പിടികൂടിയത്. ഇന്നിപ്പോൾ 2 പേർ കൂടിയാണ് അറസ്റ്റിലായത്. പോലീസിനെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സജീവ്, ഇയാളെ ഒളിവിൽ താമസിപ്പിച്ച ഡിവൈഎഫ്ഐ പുതുപ്പള്ളി മേഖലാ കമ്മിറ്റി അംഗം ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. സജീവിനെ റിമാൻഡ് ചെയ്തു. ഗിരീഷിന് ജാമ്യം ലഭിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോലീസിനെ വെല്ലുവിളിച്ച ഡിവൈഎഫ്ഐ നേതാവിനെ ഇന്നലെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.